ബാറക്മോർ നിയമങ്ങളുടെ നിർമ്മാതാവും ആത്മശരീരങ്ങളുടെ വൈദ്യനും പാപരോഗങ്ങൾക്ക് മാനസാന്തരം ഔഷധമായി നിശ്ചയിച്ചവനും ദുർമോഹങ്ങളാൽ ഉണ്ടാകുന്ന മുറിവുകൾക്കും വ്രണങ്ങൾക്കും പ്രതിവിധിയായി നോമ്പും പ്രാർത്ഥനയും കൽപ്പിച്ചവനുമായി തനിക്ക് സ്തുതി. തനിക്ക് വലിയ നോമ്പിലെ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുസ്സിന്റെ ദിനങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. നമ്മുടെ മിശിഹാ തമ്പുരാൻ പിതാവിനാൽ ലോകത്തിലേക്ക് അയക്കപ്പെട്ട പ്രകാശമാകുന്നു. താൻ വിശുദ്ധിയുടെ ഉറവയിൽ നിന്ന് ഉദ്ഭവിച്ച നന്മ പ്രവാഹമാകുന്നു. ദാഹിച്ചിരിക്കുന്നവർക്കായി ജീവജലം താൻ ഒഴുക്കുന്നു. ആദികാലം മുതൽ നീതിമാന്മാരിലും പുണ്യവാന്മാരിലും താൻ വെളിപ്പെട്ടു. പ്രവാചകന്മാരാൽ ഉദ്ധാരിക്കപ്പെട്ടു. അവരുടെ പുണ്യജീവിതം അവരെ മഹത്വപ്പെടുത്തുകയും നോമ്പിനെ ദൃഷ്ടാന്തീകരിക്കുകയും ചെയ്തു. വിശേഷിച്ചും ഹാനോക്ക് തന്റെ ശാന്തതയും സൗമ്യതയും മൂലം രഥത്തിൽ ആകാശത്തിലേക്ക് എടുക്കപ്പെട്ടു. നീതിമാനായ നോഹ നോമ്പിനാൽ ശ്രേഷ്ഠനായി നാശകരമായ പ്രളയത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. അബ്രഹാം നോമ്പ് മൂലം ശക്തി പ്രാപിച്ച് വിഗ്രഹാരാധനയിൽ നിന്ന് സ്വയം വിമുക്തനായി. ഇസഹാക്ക് ഹത്യയിൽ നിന്ന് രക്ഷ നേടുകയും തന്റെ ബന്ധനം വഴി ദൈവപുത്രന്റെ കഷ്ടാനുഭവത്തെയും വിശുദ്ധ നോമ്പിനെയും ദൃഷ്ടാന്തീകരിക്കുകയും ചെയ്തു. നോമ്പിനാൽ ലോത്ത് സോദോമിലെ അഗ്നിയിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. നീതിമാനും വിശുദ്ധനുമായ യാക്കോബ് നോമ്പിനാൽ ശ്രേഷ്ഠനാവുകയും ദൈവദൂതനോട് പോരാടുവാൻ പ്രാപ്തനാവുകയും ചെയ്തു. പുണ്യാത്മാവായ പൂർവ്വയവസേപ്പ് വിശുദ്ധിയിലും നിർമ്മലതയിലും അലങ്കൃതനായി അവൻ ഉള്ളറയിൽ വെച്ച് ദുർമോഹത്തെ ജയിച്ചു. ദീർഘദർശിയായ മോശ നോമ്പിനാൽ തേജോമയനാവുകയും ഇസ്രായേൽ ജനതയ്ക്ക് കൽപ്പലകകൾ വാങ്ങുകയും ചെയ്തു. പുരോഹിതനായ അഹരോൻ നോമ്പിനാൽ പൗരോഹിത്യത്തിന്റെ അങ്കി ധരിപ്പാൻ പ്രാപ്തനായി. ഫിനഹാസ് നോമ്പിനാൽ ധീരനാവുകയും ജനത്തിൽ നിന്ന് ദൈവകോപം നീക്കുകയും ചെയ്തു. നൂനിന്റെ പുത്രനായ യോശുവ നോമ്പിനാൽ വിശുദ്ധനാവുകയും യെരിഹോ കോട്ട നശിപ്പിക്കുകയും ചെയ്തു. നപ്താഹ് നോമ്പ് മൂലം ആയുധം ധരിക്കുകയും ജാതികളോടുള്ള പോരാട്ടത്തിൽ വിജയിക്കുകയും ചെയ്തു. നോമ്പാൽ ഹനനീയാധ്യായ പൈതങ്ങൾ തീച്ചൂളയിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും അഗ്നികുണ്ഡത്തിൽ സുരക്ഷിതരായി നടക്കുകയും ചെയ്തു. നോമ്പാൽ ദാനിയേൽ ബാബേലിലെ കൽദായക്കാരെ വിജയിക്കുകയും സർവരാലും ആദരിക്കപ്പെടുകയും ചെയ്തു. യൗനാ ദീർഘദർശി നോമ്പാ സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടു. നോമ്പാൽ യെരമ്യ പ്രവാചകൻ ചെളിക്കുഴിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും നവീന ജീവിതം അഭ്യസിക്കുകയും ചെയ്തു. ഹെസക്കിയ നോമ്പ് മൂലം അസീറിയ രാജാവിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. നോമ്പാൽ നിനവക്കാർ ഉന്മൂലനാശത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. നോമ്പ് മൂലം ഹസ്കിയേൽ തന്റെ ജനത്തിന്റെ അന്യായം വഹിക്കുകയും അതിനാൽ മഹത്വം പ്രാപിച്ച് രഥം ദർശിക്കുകയും ചെയ്തു. വിശുദ്ധ ശ്ലീഹന്മാരും നോമ്പാചരിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ യോഗ്യരാവുകയും ചെയ്തു. ഈ വിശുദ്ധ നോമ്പ് ഞങ്ങളുടെ അധരങ്ങൾക്ക് കാവലായിരിക്കുകയും വ്യർത്ഥ ഭാഷണങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് പരിശുദ്ധങ്ങളായ പ്രാർത്ഥനകൾ പുറപ്പെടുവിക്കുകയും ചെയ്യണമേ. വിശ്വാസ ദൃഢതയോടുകൂടിയുള്ള സുഹൃത ജീവിതത്തിന് ഞങ്ങൾ യോഗ്യരാകണമേ. കർത്താവേ, സ്തുതിയും സ്തോത്രവും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും എന്നാളും ഞങ്ങൾ കരേറ്റുമാറാകണമേ. ഹോശോ വബ്കുലസ്ബാൻ ലുൽമീൻ.